ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹിൽ വാലി സഭയുടെ ഈസ്റ്റർ ആശംസകൾ ആദ്യമായി അറിയിച്ചു കൊള്ളട്ടെ. യേശുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. യേശുവിൻ്റെ പുനരുത്ഥാനം എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അച്ചാണിയാണ്, അതൊരു അടിസ്ഥാനമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം നാം വായിക്കുമ്പോൾ ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികൾ ആകുന്നു. ഇത് പറയുന്നത് അപ്പോസ്തലനായ പത്രോസാണ്. യേശുവിൻ്റെ ക്രൂശീകരണ സമയം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്തതിന് ശേഷം യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് സാക്ഷി പറയുന്ന ഒരു വാക്യമാണ്, യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമയം പുനരുത്ഥാനം ചെയ്ത യേശുവിൻ്റെ അനുഭവത്തിലൂടെ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണ് എന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്നാമത്, നമ്മോട് സദാകാലവും പാർക്കുന്ന പുനരുത്ഥാനം ചെയ്ത യേശു. സദാകാലവും നമ്മോട് പാർക്കുന്ന യേശു. ലൂക്കോസ് 24-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം നാം വായിക്കുമ്പോൾ, അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു. യേശുവിനെ നിർബന്ധിച്ചു. യേശു അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും പരിചയമായ ഒരു സംഭവമാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോകുന്ന അപ്പോസ്തലന്മാരിൽ പെട്ട 2 പേർ യാത്രയായി കടന്നു പോകുന്നുണ്ട്. അവർ കടന്നു പോകുന്ന വേളയിൽ തർക്കിച്ചും വാദിച്ചും കൊണ്ടാണ് 2 പേരും പോകുന്നത്. ആ പോകുന്ന വേളയിൽ യേശു കർത്താവ് അവരോട് കൂടെ നടന്നു പോകുന്നു. പക്ഷേ യേശുവിനെ യേശുവായിട്ട് കാണുവാൻ അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു തുടർന്നും അവരോട് കൂടെ യാത്രയായി കടന്നു പോകുമ്പോൾ അന്ന് യെരുശലേമിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് യേശു അവർക്ക് വ്യക്തമായിട്ട് വ്യാഖ്യാനിച്ച് നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ സമയം അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ യേശു മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചപ്പോഴാണ് അവർ പറയുന്നത്, അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് യേശുവിനെ അവർ നിർബന്ധിക്കുകയും യേശു അവരോട് കൂടെ പാർപ്പാൻ ചെന്നതായിട്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിലൂടെ ഉയർത്തെഴുന്നേറ്റവനായ പുനരുത്ഥാനം ചെയ്ത യേശു കർത്താവ് നമ്മോട് സദാകാലവും പാർക്കുവാൻ ആഗ്രഹിക്കുന്ന യേശു കർത്താവാണ്. ഉദാഹരണമായിട്ട് നാം നോക്കുമ്പോൾ സക്കായിയുടെ ജീവിതാനുഭവം ലൂക്കോസ് 19-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു എങ്ങനെയുള്ളവൻ എന്ന് അറിയുവാൻ ആഗ്രഹിച്ച സക്കായി അത്തിവൃക്ഷത്തിൽ കയറിയിരുന്നു. യേശുവിനെ കാണുവാൻ അവൻ ആഗ്രഹിച്ചു. യേശു കർത്താവ് ആ വഴിയിലൂടെ നടന്നു വരുന്നു. തന്നെ കാണുവാൻ ആഗ്രഹിച്ച ആ സക്കായുവിനെ യേശു കർത്താവ് കണ്ടിട്ട്, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ യേശു നമ്മോട് കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവാണ് എന്നുള്ള കാര്യമാണ് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യേശു കർത്താവ് പറയുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്നതാണ്. എല്ലാ കാലങ്ങളിലും സദാകാലങ്ങളിലും നമ്മോട് കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന യേശു. അതുപോലെ വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം നാം വായിക്കുമ്പോൾ, വാതിൽക്കൽ നിന്ന് ഞാൻ മുട്ടുന്നു, ഒരുവൻ കതവ് തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കും, ഞാൻ അവനോട് അത്താഴം കഴിക്കും, അവൻ എന്നോട് അത്താഴം കഴിക്കുമെന്ന് കൂടെ പാർക്കുന്ന യേശുവിനെ കുറിച്ചാണ് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ,
നമ്മോട് കൂടെ എല്ലാ കാലവും നമ്മെ പാർക്കുന്ന യേശുവാണ്. നമ്മുടെ മക്കൾ നമ്മെ വിട്ടു പോകും, നാം സ്നേഹിക്കുന്ന ഭർത്താവ് നമ്മെ വിട്ടു പോകും, ഭാര്യ നമ്മെ വിട്ടു പോകും, നമ്മുടെ സ്നേഹിതന്മാർ നമ്മെ വിട്ടു പോകും. എന്നാൽ എല്ലായ്പ്പോഴും എല്ലാ കാലങ്ങളിലും സദാകാലങ്ങളിലും പാർക്കുന്ന യേശു, പുനരുത്ഥാനം യേശുവാണ്, നമ്മോട് കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന യേശു. അതുകൊണ്ട് നമ്മെ ദൈവക്കരങ്ങളിൽ സമർപ്പിക്കാം. രണ്ടാമതായിട്ട് നമ്മുടെ ഭയം മാറ്റി സമാധാനം നൽകുന്ന യേശുവാണ് പുനരുത്ഥാനം ചെയ്ത യേശു കർത്താവും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നാം വായിക്കുമ്പോൾ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം. പുനരുത്ഥാനം ചെയ്ത യേശു കർത്താവ് ഭയന്ന് യഹൂദന്മാരെ കണ്ട് ഭയന്ന് നടുങ്ങിയ പൂട്ടിയ അറയ്ക്കുള്ളിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കടന്നു പോകുന്ന യേശു, പുനരുത്ഥാനം ചെയ്ത യേശു ഭയന്ന് നടുക്കത്തിലായിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ കടന്നു പോവുകയും നിങ്ങൾക്ക് സമാധാനമെന്ന് അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരനുഭവമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഭയം എന്നുള്ളത് മനുഷ്യൻ്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന ഒന്നാണ്. ഈ ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊന്നിനെ ചൊല്ലിയെല്ലാം നാം ഭയന്ന് നടുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് അവസ്ഥയിലൂടെ ഭയപ്പാടിലൂടെ നാം കടന്നു പോയാലും നമ്മുടെ ഭയപ്പാടുകളെല്ലാം മാറ്റി നമുക്ക് സമാധാനം നൽകുന്ന യേശു, പുനരുത്ഥാനം ചെയ്ത യേശു നമുക്ക് സമാധാനം നൽകുന്ന യേശുവാണ്. അവസാനമായിട്ട് നമ്മെ സാക്ഷിയായി മാറ്റുന്ന പുനരുത്ഥാനം ചെയ്ത യേശുവാണ്. യോഹന്നാൻ 20-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, മഗ്ദലത്ത് കറുത്ത് മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് കൂടെ അറിയിച്ചു. ക്രൂശിൻ്റെ താഴ്വരയിൽ യേശുവിനോടൊപ്പം ആയിരുന്ന മഗ്ദലത്ത് കറുത്ത് മറിയ, യേശുവിനെ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം കല്ലറയുടെ അരികിൽ യേശുവിൻ്റെ ശരീരത്തിന് വേണ്ടി തേടിപ്പോയ മഗ്ദലത്ത് കറുത്ത് മറിയ, പുനരുത്ഥാനം ചെയ്ത യേശു ഈ മഗ്ദലത്ത് കാരിക്കാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനം അറിഞ്ഞതായ ആ മഗ്ദലത്ത് കാരി, കണ്ടതായ ആ മഗ്ദലത്ത് കാരി അവിടെ ഇതിനെ ശിഷ്യന്മാരോട് കൂടെ അറിയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മഗ്ദലത്ത് കാരി യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ഒരു സാക്ഷിയായി മാറിയതുപോലെ ഈ ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം ഒരു സാക്ഷിയുള്ള ജീവിതമായി മാറേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്തതിലൂടെ എൻ്റെ ജീവിതം ഒരു സാക്ഷ്യമുള്ള ഒരു ജീവിതമായി മാറിയെന്ന് ഈ പുനരുത്ഥാനത്തിലൂടെ നാം സാക്ഷികളായി മാറേണ്ടത് ആവശ്യമാണ്. പുനരുത്ഥാനം ചെയ്ത യേശു നമ്മോട് സദാകാലവും പാർക്കുന്ന യേശുവാണ്. പുനരുത്ഥാനം ചെയ്ത യേശു കർത്താവ് നമ്മുടെ ഭയം മാറ്റി നമുക്ക് സമാധാനം നൽകുന്ന യേശുവാണ്. പുനരുത്ഥാനം ചെയ്ത യേശു നമ്മെല്ലാവരെയും സാക്ഷികളായി മാറ്റുന്ന യേശുവാണ്. ഈ യേശുവിലൂടെ നമുക്ക് സമാധാനം കണ്ടെത്താം, നാം സാക്ഷികളായി മാറാം. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് നാം മറ്റുള്ളവർക്ക് അറിയിക്കാം. ദൈവം ഈ ഈസ്റ്റർ ദിനത്തെ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറ്റുമാറാകട്ടെ. ആമേൻ.